ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ത്രീ ഡോട്ട്സ് വിത്ത് ഫാമിലി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞായറാഴ്ച ആണെങ്കിൽ കൂടിയിട്ട് ഇന്ന് ഞാനും എൻ്റെ ഹസ്സും കൂടി ഒരുമിച്ചൊരു സ്ഥലം വരെ പോവാണ്. വേറെ എവിടെയുള്ള ഒരു സൽക്കാരം എൻ്റെ മാമൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ എൻ്റെ കാക്കനെ കാത്തിക്കാണ്. അപ്പോൾ വരെയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ കൂടി എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് കക്കാടംപൊയിൽ പോകണം വിചാരിച്ചിരുന്നു. സൽക്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ആ വഴിക്ക് എൻ്റെ ഉമ്മൻ്റെ വീട് കുന്നമംഗലം കേട്ടോ. അപ്പോൾ അവിടുന്ന് എളുപ്പമാണല്ലോ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ നല്ല വെയിലാണ്. വെയിലുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ മഴയുള്ള സമയത്ത് തന്നെ പോവട്ടെ. എൻ്റെ കാക്ക രക്ഷപ്പെട്ടു. ചങ്ങായി എപ്പോഴും എന്തെങ്കിലും ഒടുക്ക് പറഞ്ഞ് ഇന്ന് സമ്മതിച്ചതായിരുന്നു. അപ്പോൾ കാലാവസ്ഥ അങ്ങനെ അതിനെക്കൊണ്ട് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ കാക്ക വന്ന് പോവാണ്. കയറുന്ന വീഡിയോ ഒന്നും എടുക്കാനായില്ല കേട്ടോ. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പൂള, വാഴ, കങ്ങ്, അതെല്ലാം ഉണ്ട്. നമ്മൾ സൽക്കാര വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പലഹാരങ്ങൾ ബേക്കറി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം ഈ ബേക്കറിയിലാണ് കയറിയത്. സ്റ്റാൻഡിലുള്ള ഇതാണ് നമ്മുടെ നാട്ടിലെ ടൗണ്. ഞങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡാണ്. അധികം വലുതൊന്നല്ലാത്തൊരു ടൗണാണ്. ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയ ബ്യൂട്ടി ഷോപ്പ് കേട്ടോ. ഈ നാട്ടിലുള്ള എല്ലാവരും നൈറ്റ് ഇവിടെ വന്നേ എടുക്കുകയുള്ളൂ. ഭയങ്കര വിലക്കുറവിൽ നൈറ്റ് കിട്ടും. ഒരുപാട് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടാണ് നൈറ്റൊക്കെ വാങ്ങി ബ്യൂട്ടി ഷോപ്പിൽ. ഇതാണ് ഇവിടുത്തെ വെഡിങ് സെൻറ്റർ കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ എടുത്തത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ മാമൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇന്ന് കുറച്ചും കൂടി ഒന്ന് പോയാൽ മതി. നല്ല 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 റോഡാട്ടോ. അപ്പം ഗൈസ്, ഞാനിതാ അവിടെ ഇറങ്ങി. ഇവിടെയൊക്കെ ഭയങ്കര ചെളിയാണ്, മഴ പെയ്തിട്ട്. ഇപ്പം ഗൈസ്, ഇത് ഞാൻ എൻ്റെ മാമൻ്റെ ചെറിയ മോക്ക് ഒക്കെ ഡയറി വേണം പറഞ്ഞിട്ട് ഒക്കെ കൊടുത്തതാണ് കേട്ടോ. ഞാൻ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. സ്നേഹപൂർവ്വം എൻ്റെ കുഞ്ഞു നട്ടോളെ ഞങ്ങളെല്ലാവരും വിളിക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ കളർ ചെയ്ത് കൊടുത്തതാണ്. ഇതൊക്കെ പിന്നെ ഓളെ ക്രിയേറ്റിവിറ്റിയാണ്. മൂന്നാം ക്ലാസ്സിലാട്ടോ ഓള് പഠിക്കുന്നത്. ഓൾ തന്നെ ചെയ്ത ഡാൻസിലും ഒക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സൽക്കാരത്തിന് അത്രയും വിഭവങ്ങളാണുള്ളത്. ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ അതിന് വേണ്ടിയ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗൈസ്, എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചു. പൈസൊക്കെ കാര്യം വീഡിയോ എടുക്കാൻ കൂടാനാ. ഇതാണ് സൽക്കാരമുള്ള വീട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് പോയപ്പോൾ എടുക്കാൻ അയച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഡിസേർട്ട് തിന്നുന്ന തിരക്ക്. ഞാൻ ആരും ഒക്കെ ഇല്ല വരില്ല. അപ്പം ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു റൂം കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ എല്ലാം കൂടി അലങ്കോലാക്കിയിട്ടതാണ്. ഇത് മെഷീൻ ഒരു അടിക്കുന്ന, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് എൻ്റെ അമ്മേൻ്റെ നൈറ്റി കേട്ടോ. ഞാൻ ഇനി അടിച്ചത് സൂചി പൊട്ടി പോയപ്പോൾ ഇൻട്രസ്റ്റ് പോയി അവിടെ ടച്ച് ചെയ്യാൻ. ഇത് വേറൊരു ബെഡ്റൂം കേട്ടോ. ഇതൊക്കെ മാമീൻ്റെ കലാവിരുതുകളാട്ടോ. മാമി മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാമി ഇങ്ങനെ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് വേറൊരു റൂം കേട്ടോ. ഇവിടെ താഴത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്.
ഇത് ബാത്റൂമാണ്, ഇത് വാഷ് ബേസിനാണ്. ഇതാണ് ഒരു കിച്ചൺ. ഇവിടെ പാത്രമൊക്കെ ഇങ്ങനെ നിരന്ന് എടുക്കുന്നുണ്ട്. അറിയാലോ എന്തായാലും ഒരു സൽക്കാരം കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇതൊരു വർക്ക് ഏരിയ കേട്ടോ. ഇതൊക്കെ മാമീൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കേട്ടോ. വെയിൽ, നല്ല വെയിലാണ് കൊണ്ട് ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതാ ഒരു ചെറിയ പൂന്തോട്ടം. ഇതൊക്കെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാമി ചെയ്യുന്നതാട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ, ഇതൊക്കെ കാണാൻ. ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് കുറ്റിക്കുരുമുളക്. ഞങ്ങളിവിടെ കുറ്റിക്കുരുമുളക് എന്നാട്ടോ പറയാം. ചെറിയ തൈ ആകുമ്പോൾ തന്നെ കുരുമുളക് ഉണ്ടാവുന്നത്. ഒരിത്തിരി സ്ഥലമൊക്കെ ഉള്ളവർക്ക് പറ്റിയ സാധനമാണിത്. നമ്മളിതാ അവിടെ ഒരു പുഴ ഉണ്ട്, ആ പുഴയിലേക്ക് പോവാട്ടോ. ഇതൊക്കെ മാമൻ്റെ ആടാട്ടോ. ഏത് ആരെങ്ങോ ക്യൂട്ട്നെസ്സല്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് തടസ്സമായിട്ട് ഇതാ ഇതെന്താ പോത്ത, ഇത് പോത്ത് പോത്ത് ആ മറ്റേ കൂടി പോയാ നീ വെള്ളം ചവിട്ടണ്ട. നീ വെള്ളം ചവിട്ടി പോണല്ലേ? നടന്നോടി മോളെ. അപ്പോൾ ഗൈസ് വന്ന വഴിയിൽ നമുക്ക് പോകാനായില്ല. കൂടെ വന്ന കുറച്ച് ആൾക്കാർ അവിടെ എത്തി. നമ്മളിത് തിരിച്ച് വേറെ വഴിക്ക് പോവാം. നമ്മളെ കണ്ടപ്പോൾ വഴിമൊടിക്കായിട്ട് കണ്ടോ, വെള്ളത്തിൽ കിടന്ന് അറുമാദിക്കുന്ന കണ്ടില്ലേ? വേണ്ട ഗൈസ്, നല്ല വഴി ഉണ്ടായിട്ട് ഞങ്ങൾ വേറെ വഴിക്കൂടി ഓള് കൊണ്ടുപോയത്. ഇപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. നല്ല വെള്ളമുണ്ട്, പോകുന്ന വഴിക്കൊക്കെ വെള്ളമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. നീ ആരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇല്ല, ഇറങ്ങുന്നില്ല. സ്റ്റെപ്പ് മാത്രം ലേശം ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പം ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങോട്ട് പോകാനാവുന്നില്ല. വളരെ വിഷമത്തോട് കൂടിയിട്ട്, സങ്കടത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പോയ കാര്യം സാധിക്കാൻ പറ്റാത്തതിൽ. ഇതെന്ത് മല അറിയോ? കാഞ്ഞിരക്കായാണ് കേട്ടോ. ഇതാ കണ്ടോ, കായ് കണ്ടോ? കാഞ്ഞിരക്കായ് എന്താ കണ്ടോ? ഇത് കാഞ്ഞിരക്കായ് തന്നെ വിഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ വന്നത് എൻ്റെ അസിൻ്റെ കൂടാണെങ്കിൽ ഞാൻ പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ കൂടാണ്. പിന്നെ അസിനെ അവിടെ തട്ടിപ്പോയി. അല്ല കേട്ടോ, ഞാൻ എൻ്റെ അടേക്ക് പോട്ടെ വെച്ചപ്പോൾ സമ്മതിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നതാണ് കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് ഓരോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മേൻ്റെയും ആങ്ങളുടെയും വൈഫിൻ്റെയും അമ്മേൻ്റെ ഒക്കെ കൂടെ തിരിച്ച് പോവാണ്. പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വേറൊരു അമ്മേൻ്റെ വീട്ടിൽ കയറണം. അമ്മ വീണിട്ട് എന്തോ പറ്റിയിട്ട് കിടക്കാൻ അവിടെ നിന്ന് കയറണം. പിന്നെ വീട്ടിലേക്ക്